തൃശ്ശൂർ ചാലക്കുടിയിലെ ശാസ്താംപൂ ആദിവാസി കോളനിയിൽ 2 കുട്ടികളെ കാണാതെ പോയി. കഴിഞ്ഞ 2-ാം തീയതിയാണ് അവരെ കാണാതെ പോയത്. 16 വയസ്സുകാരൻ അജിക്കുട്ടനും അജിക്കുട്ടൻ കൂടെ നിത്യസഞ്ചരിത സഹചാരിയായ 8 വയസ്സുകാരൻ സജികുമാറും. ഇവർ കോളനിയിൽ നിന്ന് വനത്തിലേക്ക് കയറി അവര് വനത്തിൽ കൂടെയും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോയി മടങ്ങി വരികയാണ് പതിവ്. അങ്ങനെ പ്രത്യേക ഒരു കൃഷ്ണനിഷ്ഠ ഇല്ല ആ വീട്ടില്. ആദിവാസി വീടാണ്. അവിടുന്ന് ഈ കുട്ടികൾ 2-ാം തീയതി പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നില്ല. ബന്ധുക്കളുടെയും വനത്തിലുള്ള അടുത്തവരതൊക്കെ പോയിട്ടുണ്ടാവാം എന്ന് കരുതി കുട്ടികളെ കാണാതെ വന്നു കഴിഞ്ഞപ്പം ഇപ്പം മലക്കപ്പാറ പോലീസിൽ പരാതിപ്പെട്ടു. ഫോറസ്റ്റുകാർ രംഗത്ത് വന്നു. ഏകദേശം 6-7 ദിവസമായി കുട്ടികളെ പറ്റി വിവരമില്ല, എങ്ങും ചെന്നിട്ടില്ല. ഉൾവനത്തിൽ കയറി കാട്ടുമൃഗങ്ങളുടെ കാട്ടുപോത്തും ആനകളും ഇഷ്ടം പോലെയുള്ള സ്ഥലങ്ങളാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് അവർക്ക് മാതാപിതാക്കൾക്ക് തോന്നി. പോലീസിനെ അറിയിച്ചു, ഫോറസ്റ്റുകാരെ അറിയിച്ചു. ഏതായാലും ഒരു വിവരമില്ലാത്തതുകൊണ്ട് ഉൾവനമാണ്. ആരും പോലീസായാലും ആരായാലും കാട്ടുമൃഗങ്ങൾ ആക്രമിക്കും, കൊലപ്പെടുത്തും. എന്തായാലും അവർ സർവ്വസന്നാഹങ്ങൾ കൂടി 5 ഊരിലെ 5 ആൾക്കാരും 5 പോലീസുകാരും 5 ഫോറസ്റ്റുകാരും 15 പേര് 5 ഉള്ള സംഘമായി ഉൾവനത്തിലേക്ക് പ്രവേശിച്ചു. അവര് 3 നടുക്കും ഇടതുവശവും വലതുവശവും ചേർന്ന് ഒരേ പോയിന്റിൽ എത്തത്തക്ക രീതിയിൽ വനത്തിൽ കൂടെ സഞ്ചരിച്ചു. എല്ലാ ഏരിയയും അവർ അരിച്ചു പെറുക്കി. ഊരിൻ്റെ തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്ററിനുള്ളിൽ അവർ 2 പേരും മരിച്ചു കിടക്കുന്നതായി കണ്ടു. മൃഗങ്ങളുടെ അറ്റാക്കൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. എന്ത് പറ്റിയ കുട്ടികൾക്കെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടത്തിലാണെങ്കിലേ അറിയാനൊക്കുള്ളൂ. ഇനി പരിക്കുകളൊന്നും ദേഹത്ത് കണ്ടില്ല. മൃഗങ്ങളുടെ അറ്റാക്കും കാണാൻ സാധിച്ചില്ല. ഏതായാലും എന്തെങ്കിലും കൈകണികൾ ഭക്ഷിച്ച് അത് വിഷാംശം ഉള്ളിൽ ചെന്ന് 2 പേരും കിടന്നതാണോ, അവശതയായി കിടന്ന് മരിച്ചതായിട്ടാണ് തോന്നുന്നതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും കുട്ടികളെ 2 പേരും ഏതായാലും വനത്തിൽ നിന്ന് RDO ഉൾപ്പെടെയുള്ളവർ വന്ന് ആദിവാസി മേഖലയിൽ അവർ മരിച്ചു കിടന്ന സ്ഥലത്ത്, അവരുടെ ഊരിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിലാണ് മരിച്ചു കിടക്കുന്നത്, ഒരു കുഴിയിലാണ് മരിച്ചു കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളെ അവിടുന്ന് ഏതായാലും ആംബുലൻസ് വരെ ചുമന്ന് കൊണ്ടുവന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റി എന്നറിയാനൊക്കെ ഉള്ളൂ. ഏതെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ട് കുട്ടികൾ 2 ബോധം കെട്ടുപോയി പട്ടിണി കിടന്ന് മരിച്ചതാണോ, അതോ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ? ആദിവാസി മൂപ്പന്മാർ ഏകദേശം അവരുടെ വീടിനോട് അടുത്ത് 1 കിലോമീറ്റർ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന കണ്ടപ്പം അതിൽ ചില സംശയങ്ങളൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും. എന്തായാലും കുട്ടികളുടെ ഡെഡ് ബോഡി ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. എങ്കിലും പോലീസും ഫോറസ്റ്റും ആ ഊരിലെ അവരുടെ നേതാക്കന്മാരും 6-7 ദിവസം വെയിറ്റ് ചെയ്തിട്ടും കുട്ടികളെ കാണാത്തതുകൊണ്ട്, സാധാരണ മടങ്ങി വരും, കാണാത്തതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ അവരെ ഭക്ഷിച്ചിട്ടുണ്ടാവും എന്ന് വരെ കരുതി കുട്ടി. അതുകൊണ്ടാണ് RDO ഉൾപ്പെടെയുള്ളവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഊരിലെ ശാസ്താംപൂ ഊരിലെ അവിടുത്തെ പ്രതിനിധികള് എല്ലാവരും നിരന്തരമായ ഒരു അന്വേഷണത്തിലേക്ക് പോയി. വനമാണ് നമുക്ക് നാട്ടിൻപ്രദേശത്ത് അന്വേഷിക്കാൻ ഒക്കില്ല. എത്ര ഉണ്ടെങ്കിലും ശരി, എത്ര തോക്കോ അതുപോലെയുള്ള ആയുധങ്ങളോ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ശരി, ആനയുടെയും കടുവയുടെയും അതുപോലെ കാട്ടുപോത്തിന് അക്രമം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവരെയൊക്കെ തരണം ചെയ്യാനും അതിനാവശ്യമുള്ള വെടിക്കോപ്പുകളൊക്കെ ആയിട്ട് തന്നെയാണ് ഈ 3 ടീമും കാട്ടിനുള്ളിലേക്ക് പോയത്. കാരണം അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അവർക്കറിയാം. എങ്കിലും കുട്ടികളെ കണ്ടെത്താനുള്ള വ്യഗ്രതയിൽ അവര് ആ വനത്തിലേക്ക് പ്രവേശിച്ചു, അരിച്ചു പിറക്കി. ഇന്നലെ മുതൽ അവർ അന്വേഷണം തുടർന്നു. ഇന്ന് ആണ് വീടിന്റെ സമീപത്ത് തന്നെ 1 കിലോമീറ്ററിനുള്ളിൽ 2 ഡെഡ് ബോഡി കുട്ടികളുടെ ലഭിക്കുന്നതും. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണവും ഫോറസ്റ്റുകാരെയും അവരുടെ ഊരിലെ നേതാക്കന്മാരെ അന്വേഷണം മികവുറ്റതായിരുന്നു. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കുട്ടികളെ കണ്ടെത്താനുള്ള അവരുടെ ശ്രമത്തെ നമ്മളൊക്കെ ശ്ലാഘിച്ചേ പറ്റുള്ളൂ. അവരുടെ ജീവൻ കളഞ്ഞിട്ടാ, അല്ലെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ 15 പേര് ഉൾവനത്തിൽ പോയത്. നമുക്കറിയാം, നമുക്ക് റോഡിൽ നിന്നാലും ആനക്കൂട്ടങ്ങളും കടുവയും കാട്ടുപോത്തും നമ്മളെ ആക്രമിക്കുന്ന സമയമാണ്. അതിനെല്ലാം തൃണവൽക്കരിച്ച് ആണ് അവർ കൃത്യമായ ഉൾവനത്തിലേക്ക് പോയി കുട്ടിയെ തപ്പിപ്പോയത്. അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.